Hi friends, ഇന്ന് നമ്മൾ കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ജനറൽ പേപ്പർ ആയിട്ടുള്ള റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്ന പേപ്പറാണ്. ആ പേപ്പറിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് അസൈൻ ടു സ്റ്റുഡൻസ് അറ്റ് ദ കോളേജ് ലെവൽ ആണ്. അതായത് കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമൽ വേയിലുള്ള വേ ഓഫ് റൈറ്റിംഗ് ആണ്. ഫോർമൽ റൈറ്റിംഗ് ആണ്. അതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് എഴുതുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ റൈറ്റിംഗിൽ നിന്നും വ്യത്യസ്തമാണിത്. കോൺസ്റ്റന്റ് ആൻഡ് ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇതിന് ആവശ്യമാണ്. അതായത് അക്കാഡമിക് റൈറ്റിംഗ് അതിനെ നമ്മൾക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസും അതേപോലെ അതിനെപ്പറ്റി ഉള്ള അറിവും ആവശ്യമാണ്. സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് അവിടെ പറ്റില്ല. അതായത് വ്യക്തിപരമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അവിടെ സാധ്യമല്ല. അക്കാഡമിക് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കോളേജ് യൂണിവേഴ്സിറ്റീസിലുള്ള സ്കോളേഴ്സിനെയാണ് മെയിനായിട്ട് അക്കാഡമിക് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ്, സ്കോളേഴ്സ്, സ്റ്റുഡൻസ് ഇവരൊക്കെ വരും. അത് കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഉള്ളവർ ആയിരിക്കണം. ഇനി റൈറ്റിംഗ് സ്കിൽ ഇൻ സ്കൂൾ ആൻഡ് കോളേജ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കൂളിൽ ഇൻഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ആണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. സിമ്പിൾ ആയിരിക്കും. അതേപോലെ ടെക്നിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം ലെറ്റർ റൈറ്റിംഗ് അതുപോലെയുള്ള മേഖലകളിലൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. ടെക്നിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള റൈറ്റിംഗ്സ് ഉപയോഗിക്കുന്നത്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സ്കൂളിൽ നമുക്ക് കാണുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പേഴ്സണലായിരിക്കും. ഇമാജിനേറ്റീവ് വേ ഓഫ് റൈറ്റിംഗ് ഒക്കെയാണ് മെയിനായിട്ട് നമുക്ക് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവരുടെ ആശയവിനിമയം എന്ന് പറയുന്നത് അവരെന്തൊക്കെ സങ്കല്പകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഫോർമൽ ലാംഗ്വേജ് ആണ് മെയിനായിട്ട് ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ഉപയോഗിക്കുക. പക്ഷെ കോളേജിൽ നമുക്ക് കാണുന്നത് തേർഡ് ഇയറിൽ, ഫൈനൽ ഇയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റാണ് മെയിനായിട്ട് കോളേജ് ലെവലിലുള്ള റൈറ്റിംഗ് സ്കില്ലിൽ അല്ലെങ്കിൽ അക്കാഡമിക് വേ ഓഫ് റൈറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രൊജക്റ്റിനൊക്കെ കാണുമ്പോൾ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിപ്പോൾ ഏത് സ്ട്രീമിൽപ്പെട്ടവരാണെങ്കിലും BCom, BBA, BSc, BSW, BA ഈ ഒരു ഏത് ലെവലിൽപ്പെട്ടവരാണ് എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ ഏതാണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഓർഡറിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഓൾസോ ഹാവ് ടു റൈറ്റ് ക്ലിയർലി ആൻഡ് ലോജിക്കലി. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റിന് നമുക്ക് മാർക്ക് കിട്ടാറില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ടും എഴുതണം, ലോജിക്കലായിട്ടും എഴുതിയെങ്കിൽ മാത്രമേ അവിടെ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ അക്കാഡമിക് വേ ഓഫ് റൈറ്റിങ്ങിൻ്റെ സ്കൂളും കോളേജും തമ്മിലുള്ള വേ ഓഫ് റൈറ്റിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. സ്കൂൾ തലത്തിൽ എഴുതുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. പക്ഷേ കോളേജ് തലത്തിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതാൻ സാധിക്കുകയില്ല. അടുത്തത് പ്രീ റിക്വസിറ്റ്സ് ഫോർ ലേണിംഗ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. പ്രീ റിക്വസിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് റൈറ്റിംഗ്, അതായത് കോളേജ് തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വൺ ഷുഡ് ഹാവ് ബേസിക് സ്കിൽ ഓഫ് റൈറ്റിംഗ്, അതായത് നമുക്ക് എഴുതാനായിട്ടുള്ളൊരു വാസന, ഒരു കഴിവ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് എഴുതാനായിട്ട് ആരംഭിക്കണം. എന്തെങ്കിലുമൊക്കെ എഴുതുക. കീപ്പ് എ ജേണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് ഇപ്പം ഡയറി എഴുതുന്നത് പോലെ ഒരു പുസ്തകം സൂക്ഷിക്കുക. ആ സൂക്ഷിക്കുന്ന പുസ്തകത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് തുടങ്ങുക. റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അപ്പോൾ ഏതൊരു കാര്യവും എഴുതുന്നതിന് മുമ്പ് അതെന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം റീഡിങ് സ്കില്ല് വളരെയധികമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നന്നായിട്ട് വായിക്കുക, അതിനുശേഷം എഴുതുക. തിങ്കിങ് ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് ലെവലിൽ, ആ ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിറ്റിക്കൽ വ്യൂ പോയിന്റ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ലിറ്ററേച്ചർ ആണ് എങ്കിൽ ലിറ്ററേച്ചറിൽ എന്താ പറയുക, പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയാ ഉള്ള ടൈപ്പ് ഓഫ് തിങ്കിങ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്താണ് എന്ന് ചിന്തിക്കുക, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദെൻ ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്, ഏതൊരു കാര്യത്തിന് റിസർച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് സ്വന്തം സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ലേൺ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസൈപ്പിൾ എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ.
ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പം സയൻസ് സബ്ജക്ട്സ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റെതായ ലാംഗ്വേജ് ഉണ്ട്. ആ ഒരു ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരിക്കുക. അതേപോലെ തന്നെ കൊമേഴ്സ് സബ്ജക്ട്സ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അറിവുണ്ടായിരിക്കുക. ലിറ്ററേച്ചർ ആണെങ്കിൽ അതിനെപ്പറ്റി. അപ്പോൾ ഓരോ സബ്ജക്റ്റ്, ഏത് ടൈപ്പ് ഓഫ് സബ്ജക്റ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിനൊരു ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ ഭാഷ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനെപ്പറ്റി അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ പറ്റിയിട്ടുള്ളൊരു റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെയാണ് ഇവിടെ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്സ് ആണ്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഫോമൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി സ്കൂൾ കോളേജ് ടൈപ്പ് ഓഫ് റൈറ്റിംഗിൽ നമ്മൾ കണ്ടു. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫോമൽ ലാംഗ്വേജ് ആണ്. ടെക്നിക്കൽ ആയിട്ടുള്ള വൊക്കാബുലറി, ഫോമൽ ടെക്നിക്കൽ വൊക്കാബുലറീസും ലാംഗ്വേജുമാണ് നമ്മൾ സാധാരണ അക്കാഡമിക് റൈറ്റിങ്ങിന് ഉപയോഗിക്കുക. അതായത് ഓരോ സബ്ജക്ട്സിനും അതിൻ്റെതായ ടെക്നിക്കലായിട്ടുള്ള ലാംഗ്വേജസും വേർഡ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോൺ അക്കാഡമിക് റൈറ്റിംഗ് സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. ഇൻഫോർമൽ ആയിട്ടുള്ള ഫ്രേസസും ലാംഗ്വേജ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാഷകൾ നമുക്ക് നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ അത് സാധിക്കുകയില്ല. ദെൻ സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. അതായത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ വേർഡ്സ് ഉണ്ടാവും, സൈൻ ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ ആ തരത്തിലുള്ള വേർഡ്സ് നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് അവിടെ ഉപയോഗിക്കാം. പക്ഷേ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ ലാംഗ്വേജ് യൂസ് സ്യൂട്ടബിൾ ഫോർ എ ലാർജർ ഓഡിയൻസ്, അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എഴുതുന്നു. നോൺ അക്കാഡമിക്കിൽ ഇപ്പം ഒരു നോവലാണ് എങ്കിൽ, അത് നോൺ അക്കാഡമിക് ആണ് എങ്കിൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ ആകർഷിക്കുക എന്ന് ഒരു ചിന്ത മാത്രമേ ആ എഴുത്തുകാരന് ഉണ്ടാവുകയുള്ളൂ. അപ്പം അവരെ എങ്ങനെയാണ് ആകർഷിക്കാനായിട്ട് സാധിക്കുക എന്ന രീതിയിലുള്ള റൈറ്റിംഗ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി അക്കാഡമിക് റൈറ്റിങ്ങിൽ ഫോമൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കണ്ടെയ്നിങ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു എസ്സേ എന്ന് പറയുമ്പോൾ അവിടെ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ റൈറ്റിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോഴും അവിടെ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടാകും. ആ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ട് ഫോമലായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അക്കാഡമിക് റൈറ്റിങ്ങിൽ. എന്നാൽ ഇൻഫോർമൽ അല്ലെങ്കിൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകുക മാത്രമേ ചെയ്യുള്ളൂ. അതൊരു ഫോമൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നും ആയിരിക്കില്ല. ദെൻ ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ലോങ് സ്പെസിഫൈഡ് പേർപ്പസ് ഉണ്ട്. അതായത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ഇലാബറേറ്റ് ചെയ്യുകയാണ് ബോഡി പാരഗ്രാഫിൽ ചെയ്യുക. അത് സ്പെസിഫിക് ആയിരിക്കും, ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ടാണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ മെയിൻ ബോഡി ഷോർട്ട് വിത്ത് ടോപ്പിക് സെൻറ്റൻസ് ആൻഡ് സബ്സ്റ്റാൻസിയേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിൻ ബോഡിയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കും ജസ്റ്റ് ഷോർട്ടായിട്ട് ടോപ്പിക്കിനെ പറ്റി പറയുകയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയുമാണ് നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ വരുന്നത്. അല്ലാതെ നോൺ അക്കാഡമിക്കിൽ സ്പെസിഫൈ ചെയ്ത് ഭയങ്കര ക്ലിയർ ആൻഡ് ലോജിക് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അക്കാഡമിക് റൈറ്റിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സെൻട്രൽ ഐഡിയ ഓർ ദ ആർഗ്യുമെന്റ് വിത്ത് സപ്പോർട്ട് എക്സ്പേർട്ട് സോഴ്സസ്. അതായത് എക്സ്പേർട്ട് സോഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റ് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസിനെയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, വിപുലീകരിക്കുക, എസ്സേനെ വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണ ഒരു ഇഷ്യൂ ആണ്. കൊറോണയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ആളുകൾ പറഞ്ഞ ആർഗ്യുമെൻസും കൂടി ഞാൻ ഇവിടേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ സെൻട്രൽ ഐഡിയയ്ക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റ് എക്സ്പേർട്സ് പറഞ്ഞ സോഴ്സസും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ റെഫറൻസിങ്ങും കൂടി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോവിഡിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ആ കോവിഡിനെ പറ്റി മറ്റൊരാൾ പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് വെക്കുകയാണെങ്കിൽ അത് കോട്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് റെഫറൻസ് ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്നും കൂടി അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അക്കാഡമിക് റൈറ്റിങ്ങിൽ. നോൺ അക്കാഡമിക് റൈറ്റിംഗ് ആണ് എങ്കിൽ ഐഡിയാസിനെ ഇലാബറേറ്റ് ചെയ്യുക, പക്ഷെ അവിടെ എക്സ്പേർട്ട് സോഴ്സസിൻ്റെ ഐഡിയാസ് ഒന്നും കൂടെ കൊടുത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡാറ്റ ആയിട്ട് അവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ പേഴ്സണൽ സ്റ്റോറീസിന് നമുക്ക് അവിടെ
ഉൾപ്പെടുത്താം നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ. അതേപോലെ ഇംപ്രഷൻസും ഉൾപ്പെടുത്താം. അവിടെ റെഫറൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ് ഈ കോട്ട് എന്ന രീതിയിലൊന്നും നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ പറയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കൊട്ടേഷൻസ് ആൻഡ് പാരഫ്രൈസിങ് അക്കാഡമിക് റൈറ്റിങ്ങിൽ ആവശ്യമാണ്. അതായത് ഇപ്പം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യം നമ്മളുടെ റിസർച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ബുക്കിൽ നിന്ന് എടുത്തു, ഏത് സെക്ഷനാണ് എന്നുള്ളത് കൃത്യമായിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ കൊട്ടേഷനെ കൃത്യമായിട്ട് പാരഫ്രൈസ് ചെയ്ത് റെഫറൻസ് കൊടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ട്. എന്നാൽ നോൺ അക്കാഡമിക്കിൽ ഡയറക്റ്റ് കൊട്ടേഷൻസ് ഫ്രം അതേഴ്സ് വിത്തൗട്ട് സൈറ്റിംഗ് സോഴ്സസ് ആണ്. അതായത് ഏത് ബുക്കിൽ നിന്ന് എടുത്തു, ഏത് പേജിൽ നിന്നാണ് എടുത്തത്, ഏത് പാരഗ്രാഫിൽ നിന്ന് എടുത്തു എന്നൊന്നും പറയാതെ തന്നെ ജസ്റ്റ് കൊട്ടേഷനായിട്ട് പറഞ്ഞു പോയാൽ മതി നോൺ അക്കാഡമിക് റൈറ്റിംഗ്. അതേപോലെ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഓതേഴ്സ് വ്യൂ ഓൺ ദി എസ്സേ, ഈ എസ്സേനെ പറ്റിയിട്ടുള്ള എഴുത്തുകാരൻ്റെ, അതായത് എഴുതുന്നത് ഞാനാണെങ്കിൽ എൻ്റെ വീക്ഷണം എന്താണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയണം. പക്ഷേ ഒരിക്കലും ഐ എന്ന് പറഞ്ഞ് പറയാനായിട്ട് പാടില്ല. ഞാൻ, എൻ്റെ എന്ന് പറയാൻ പാടില്ല. അല്ലാതെ ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഓതറിൻ്റെ വ്യൂവിനെ പറ്റിയിട്ട് പറയാനായിട്ട് പാടുള്ളൂ അക്കാഡമിക് റൈറ്റിങ്ങിൽ. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഓതറിൻ്റെ വ്യൂ ഐ എന്ന് പറഞ്ഞ്, ഞാൻ എന്ന് പറഞ്ഞ് തന്നെ പറയാവുന്നതാണ്. ഇനി അക്കാഡമിക് റൈറ്റിങ്ങിൽ ടേബിൾസ് ഉണ്ടാവും. അതേപോലെ ഫിഗേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതായത് 98% ഓഫ് സംതിങ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ 98 എന്നുള്ളത് കൃത്യമായിരിക്കണം. എറൗണ്ട് എന്നുള്ളൊരു ഇത് ഫിഗർ പാടില്ല. 2000 എന്നുള്ളതാണെങ്കിൽ 2000 കൃത്യമായിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവുക. അതിലൊരിക്കലും തെറ്റ് പറ്റാനായിട്ട് പാടില്ല. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ ടേബിൾസിൻ്റെയും ഫിഗേഴ്സിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു ഫിഗർ കൊടുത്താലും മതി. കൃത്യമായിട്ടുള്ളൊരു ഫിഗർ കൊടുത്തില്ല എന്നോർത്തൊന്നും കുഴപ്പമില്ല നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ. അടുത്തത് ബ്ലൈൻഡ് പ്യുവർ റിവ്യൂയിങ് ആണ്. അതായത് നമ്മൾ ഒരു പേപ്പർ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജേണലിനൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് എഴുതുന്ന ആ ഒരു എസ്സേനെയാണ് ഇവിടെ പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പേപ്പർ എഴുതി അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കും എഴുതിയതാണോ, അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് പ്യുവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്ലൈൻഡ് പ്യുവർ റിവ്യൂയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു സ്കോളറിനാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ അതേ ഏജിലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ പഠിക്കുന്ന മറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. അത് എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പേപ്പറാണോ, അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും എഴുതിയ ആളുടെ പേര് വെച്ചിട്ടല്ല അയച്ചു കൊടുക്കുക. വിത്തൗട്ട് ദി നെയിം നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ റൈറ്ററിൻ്റെ പേരോ വിവരങ്ങളോ ഒന്നും വെക്കാതെയാണ് അയച്ചു കൊടുക്കുന്നത്. അതേപോലെ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്ക് ഇവരെ പറ്റി യാതൊന്നും അറിയില്ല. അത് പബ്ലിഷ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പേപ്പറാണോ എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം അയാളത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ തിരിച്ചയക്കുന്നു. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ഓഫ് ദ റിവ്യൂവർ, ഈ റിവ്യൂ ചെയ്തിരിക്കുന്നത് ആരാണോ, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആളുടെ ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി നമ്മൾ ഒരിക്കലും ഇതിലൂടെ ഓപ്പൺ ചെയ്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ പേപ്പർ ഒരാൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുന്നു. ആ അയച്ചു കൊടുക്കുന്ന പേപ്പർ അവരവിടെ നിന്ന് റിവ്യൂ ചെയ്ത് തിരിച്ചയക്കുന്നു. ഇതിൽ കൊടുക്കുന്നയാളും അത് കണ്ടെത്തുന്നയാളും, അതായത് ഇത് വർത്ത് ആണോ യൂസ്ഫുൾ ആണോ എന്ന് കണ്ടെത്തുന്ന ആളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടുപേരുടെയും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്നില്ല. ഓതറിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്നില്ല, റിവ്യൂ ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റിയും റിവീൽ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കുന്നില്ല ആരാണ് റിവ്യൂ ചെയ്തതെന്നും ആരാണ് അത് വായിച്ചതെന്നും ആരാണത് എഴുതിയതെന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബ്ലൈൻഡ് പ്യുവർ റിവ്യൂയിങ് എന്ന് ഇതിനെ വിളിക്കുന്നത്. അടുത്തത് പ്ലേജറിസം ആണ്. പ്ലേജറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഷ്ടിക്കുന്നതാണ്. ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് മെറ്റീരിയൽസ് ആസ് വൺസ് ഓൺ. അതായത് മറ്റുള്ളവർ എഴുതിയ മെറ്റീരിയൽസ് ആണ്, അത് നമ്മളുടെ മെറ്റീരിയൽ ആണ് എന്ന രീതിയിൽ നമ്മൾ സ്റ്റീൽ ചെയ്ത് കോപ്പി അടിക്കാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് പ്ലേജറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഴുതുന്ന ഒരു എസ്സേയിൽ വേറൊരാളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ എഴുതുകയാണ് എങ്കിൽ അത് പ്ലേജറിസം ആണ്.
അത് അൺഎത്തിക്കലാണ്, ഒരു സീരിയസ് ആയിട്ടുള്ള തെറ്റാണ്. അയാൾ എന്തെങ്കിലും നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്നുണ്ട്, എൻ്റെ കഥയായിരുന്നു അത് അയാൾ കോപ്പി അടിച്ച് എഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് പ്ലേജറിസം ആണ്. അത് അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്, ശിക്ഷ അർഹിക്കുന്ന തെറ്റാണ്. ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി, അതായത് അക്കാഡമിക് ലെവലിനെ, അതിൻ്റെ സ്റ്റാൻഡേർഡിനെ, അതിൻ്റെ മഹത്വത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റായിട്ടാണ് പ്ലേജറിസത്തെ കണക്കാക്കുന്നത്. അടുത്തത്, ടു അവോയ്ഡ് പ്ലേജറിസം എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടേതായ ഐഡിയാസ് മാത്രം അതിൽ ഉൾക്കൊള്ളിക്കുക, മറ്റുള്ളവരുടെ ഐഡിയാസ് നമ്മുടെ ഐഡിയാസ് എന്ന് പറഞ്ഞ് പേപ്പറിൽ കൊടുക്കാതിരിക്കുക. അവോയ്ഡ് അവർ ഐഡിയാസ് ഫ്രം അതർ ഐഡിയാസ് ഇൻ ദ പേപ്പർ. എവറി ഐഡിയാസ് ബോറോഡ് ഫ്രം അതേഴ്സ് നീഡ് ടു ബി അക്നോളജ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ബൈ സെപ്പറേറ്റിംഗ് യൂസിങ് കൊട്ടേഷൻസ്. അതായത് വേറൊരാൾ പറഞ്ഞ ഐഡിയ എൻ്റെ ബുക്കിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പേപ്പറിൽ, ഞാൻ എഴുതുന്ന പേപ്പറിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എങ്കിൽ അത് അയാൾ പറഞ്ഞ ഐഡിയ ആണ് എന്ന് കൃത്യമായിട്ട് കോട്ട് ചെയ്ത് അത് റെഫറൻസ് കൊടുത്ത് എഴുതുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരിക്കലും അത് പ്ലേജറിസമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ അവിടെ ഒരു റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചതായിട്ട് മാത്രമേ അതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അടുത്തത് ഓണർ കോഡാണ്. ഓണർ കോഡ് എന്ന് പറയുന്നത് ബേസിക് എത്തിക് ആണ്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള നമ്മളൊരു മാനർ, ഒരു സ്റ്റാൻഡേർഡ് വേ ഓഫ് റൈറ്റിങ്ങിനെയാണ് ഓണർ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മിക്ക യൂണിവേഴ്സിറ്റികളും എന്താ പറയുക, സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് എഗ്രിമെൻ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്ന കാര്യമാണ് ഓണർ കോഡ് എന്ന് പറയുന്നത്. ഒരു പ്ലഡ്ജാണ്, സ്റ്റുഡൻസ് എഴുതുമ്പോൾ സ്വീകരിക്കുന്ന ഒരു പ്ലഡ്ജാണ് അത്. ടു അപ്ഹോൾഡ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള വേ ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്ന ഒരു പ്ലഡ്ജാണ്. ചീറ്റിങ്ങും സ്റ്റീലിങ്ങും റെപ്രസെൻറ്റേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്ലഡ്ജ് തന്നെയാണ് ഈ ഓണർ കോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണാം, ഫസ്റ്റ് പേജിൽ ഒരു 2-3-4 പേജസിൽ നമുക്ക് കുറേ അക്നോളജ്മെൻറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഇത് എവിടെ നിന്നും കോപ്പി അടിച്ചിട്ടുള്ളതല്ല, ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതാണ് ഓണർ കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് പറ്റിച്ചെടുത്തതല്ല, നമ്മളുടെ സ്വന്തമായിട്ടുള്ള സൃഷ്ടിയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഷോർട്ട് ആൻസർ ആയിട്ടും പാരഗ്രാഫായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓണർ കോഡ്, പ്ലേജറിസം ഒക്കെ ഇഷ്ടമാതിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ആവശ്യമാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.